രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയും നടൻ ധനുഷും അടിച്ചുപിരിഞ്ഞിട്ട് കാലങ്ങളായി. എന്നാൽ സാക്ഷാൽ രജനിക്ക് ഇതിങ്ങനെയേ സംഭവിക്കൂവെന്ന് ആദ്യമേ തന്നെ അറിയാമായിരുന്നുവെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. 2004 ഐശ്വര്യയും ധനുഷും വിവാഹിതരാകുന്നത്. ധനുഷിനെ കല്യാണം കഴിക്കണമെന്ന് മകൾ പറഞ്ഞപ്പോൾ രജനി എതിർക്കുകയാണ് ഉണ്ടായത്. ധനുഷിനെക്കുറിച്ച് രജനിക്ക് അത്ര നല്ല മതിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല വളരെ ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നയാളാണ് രജനി. 2002 ധനുഷ് തമിഴ് സിനിമയിൽ നായകനായി അരങ്ങേറുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ വമ്പൻ ഹിറ്റായി മാറിയ കാതൽ കൊണ്ടേൻ എന്ന പടത്തിലൂടെ ധനുഷ് തെന്നിന്ത്യ ഒട്ടാകെ തരംഗമായി മാറി. ഈ സമയത്താണ് ധനുഷ് രജനിയുടെ മകൾ ഐശ്വര്യയുമായി പരിചയത്തിലാകുന്നത്. മകൾ തന്റെ പ്രണയം രജനിയോട് പറഞ്ഞെങ്കിലും പച്ചക്കൊടി കിട്ടിയിരുന്നില്ല. ഒടുവിൽ സിനിമാ രംഗത്തെ തന്റെ ഗുരുവായ സംവിധായകൻ ബാലചന്ദറിനെ രജനി സമീപിച്ചു. മകൾ ധനുഷിനെ കല്യാണം കഴിക്കണമെന്ന വാശിയിലാണെന്നും തനിക്ക് താല്പര്യക്കുറവുണ്ടെന്നും രജനി തുറന്നു പറഞ്ഞു. മക്കളുടെ ജീവിതവും സന്തോഷവും അവരാണ് തീരുമാനിക്കേണ്ടത്, അതിന് നീ എതിരു നിൽക്കരുത് എന്നായിരുന്നു രജനിയെ ബാലചന്ദർ ഉപദേശിച്ചത്. മാത്രമല്ല ധനുഷ് മികച്ച നടനായി ഉയർന്നുവരുമെന്നും അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് രജനി ധനുഷുമായുള്ള വിവാഹത്തിന് പാതി മനസ്സോടെ സമ്മതിക്കുന്നത്. ബാലചന്ദർ പറഞ്ഞ പോലെ ധനുഷ് മികച്ച നടനായി മാറിയെങ്കിലും രജനിയുടെ നിഗമനവും തെറ്റിയില്ല. 2024 20 വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിച്ച് ഐശ്വര്യയും ധനുഷും വേർപിരിയുകയും ചെയ്തു. ഈ വിവാഹത്തിൽ രജനിയുടെ എതിർപ്പിനെക്കുറിച്ചും ബാലചന്ദറിന്റെ ഉപദേശത്തെക്കുറിച്ചുമെല്ലാം വെളിപ്പെടുത്തിയത് 30 വർഷത്തിലേറെ തമിഴ് സിനിമാ രംഗത്ത് പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകൻ അനന്തനാണ്. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.